ശബരിമല സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ ഡെവലപ്മെൻറ്റിനെ പറ്റി സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് KP സേതുനാഥാണ്. സാർ, ഈ പറഞ്ഞ പോലെ തന്ത്രിയുടെ വീട്ടിൽ തന്ത്രി കണ്ഠരര് രാജയുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ ഒരു വാജിവാഹനം SIT കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും കൊടിമരത്തിൻ്റെ മേലെയായിരുന്നു ഈ വാജിവാഹനവും പിന്നെ ഒരു അഷ്ടദിക്പാലകന്മാരും ഒക്കെ ഉണ്ടായിരുന്നത്. ഇത് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ പിന്നാമ്പുറം എന്താണെന്ന് അറിയാനും അതിൻ്റെ ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ അതൊരു അന്വേഷണ പരിധിയിലേക്ക് വന്നിരിക്കുന്നത്. സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ശബരിമലയുടെ ഓരോ ദിവസവും ഓരോ പുതിയ ഡെവലപ്മെൻറ്റ് വരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ശബരിമലയിലെ നേരത്തെ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇത് കൂടുതൽ സംഘടിതവും ആസൂത്രിതവുമായ നിലയിലുള്ള പല ആക്ടിവിറ്റീസും അവിടെ നടന്നിരുന്നു എന്നുള്ളത് ആണ് ഇപ്പം നമുക്ക് വ്യക്തമാവുന്നത്. അതാണ് ഈ ഏറ്റവും അവസാനം അവിടുത്തെ ഏറ്റവും വലിയ ആത്മീയ അധികാരി എന്ന് പറയുന്ന ആളാണ് ഈ തന്ത്രി എന്നാണ് ഈ വിശ്വാസികൾ പറയുന്നത്. ആ തന്ത്രിയാണ് ഇതിൽ കുറ്റാരോപിതനായിട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കോടതി ഇടപെടലിലൂടെ ആണ് സാധ്യമായത് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വശം. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഇപ്പം പറഞ്ഞ വാജിവാഹനവും അഷ്ടദിക്പാലകരും എന്ന് പറയുന്ന സംഭവങ്ങൾ തന്ത്രിക്ക് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ്, തന്ത്രിയുടെ കൈവശമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിൽ ഇന്നൊരു മാധ്യമത്തിനോട് പറഞ്ഞത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് തന്ത്രിയുടെ കയ്യിലേക്ക് കൊടുത്തത്. കാരണം ഇതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 2017 ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത്. അപ്പോൾ അത് മാറ്റി സ്ഥാപിക്കുന്നത് 2017 അതിൻ്റെ തീരുമാനം ഒരുപക്ഷെ അതിനൊക്കെ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ മാറ്റി സ്ഥാപിക്കുമ്പോഴത്തേക്കാണ് ഇതിൽ ഈ പറഞ്ഞ ഈ വാജിവാഹനവും അഷ്ടദിക്പാലകരും എന്ന് പറയുന്ന സംഭവം ഉള്ളത്. അപ്പോൾ ഈ വാജിവാഹനം എന്ന് പറയുന്നത് ഏതാണ്ട് 10 കിലോയിലധികം ഭാരം 11 കിലോയോളം ഭാരമുള്ള ഒരു സാധനമാണ്. സ്വർണം പൊതിഞ്ഞ പഞ്ചലോഹ ശില്പമാണത്. അത് തിരുവിതാംകൂർ രാജാവ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1900 ശബരിമലയിൽ 1920 മറ്റു വലിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു. ആ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഈ ശബരിമല ക്ഷേത്രം പുനർനിർമ്മിച്ച സമയത്ത് സ്ഥാപിച്ച കൊടിമരത്തിലാണ് കൊടുക്കുന്നതിന്. അപ്പം ആ നിലയിൽ ഏതാണ്ട് 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു സംഭവം, ഒരു ശില്പം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ എന്താണെന്നുള്ള നിലയിൽ അതിന് വലിയ ഒരു ആൻറ്റിക് വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൂല്യമുള്ള ഒരു വസ്തു എങ്ങനെയാണ് ദേവസ്വം ബോർഡ് അവിടുത്തെ തന്ത്രിയുടെ കൈവശം അല്ലെങ്കിൽ തന്ത്രിയെ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും നിലയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള പല ഊഹാപോഹങ്ങളും വാർത്തകളും വരുന്നുണ്ട്. ഈ വസ്തു ഇപ്പോൾ കോടതിയുടെ കസ്റ്റഡിയിലാണ്. കാരണം അതിൽ പ്രധാനമായിട്ടും ഒരു ചോദ്യം വരുന്നത് ഇത് ഈ ഒറിജിനൽ തന്നെയാണോ എന്നുള്ളതാണ്, അതോ അതിന് പകരമായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം നിർമ്മിച്ചെടുത്തതാണോ എന്ന് പറയുന്ന ഒരു സംശയമുണ്ട്. സാർ, ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ അഷ്ടദിക്പാലകന്മാർ അതെവിടെയാണെന്നുള്ളത് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല എന്നുള്ളൊരു റിപ്പോർട്ടും കൂടെ കണ്ടിട്ടുണ്ട്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയിലെ അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വസ്തുവകകൾ, ഈ പറയുന്ന സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ടും അല്ലെങ്കിൽ അതിനെ സുരക്ഷിതമായി പരിപാലിക്കാനും ഒക്കെ ഉത്തരവാദിത്വമുള്ള അതേ ആളുകൾ തന്നെയാണ് ഇതിനെ കടത്തിക്കൊണ്ട് പോകുന്ന നിലയിലുള്ള സംഭവങ്ങൾക്ക് കൂട്ടുനിന്നതെന്നുള്ളതാണ് ഇതിൽ വ്യക്തമായിട്ട് വരുന്നത്. ഇന്നലെ ഏതോ ഒരു കോടതിയുടെ ഇതിൽ ബോർഡ് എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഈ ബോർഡ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് അറിയുന്നിടത്തോളം ഇതിൻ്റെ വിശ്വാസികൾ പറയുന്നത് ഇതിൻ്റെ അൾട്ടിമേറ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം തന്ത്രിയാണ്. അദ്ദേഹമാണ് അയ്യപ്പൻ്റെ പ്രതിപുരുഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് ഈ പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നെല്ലാം ഉള്ളതിനെ കുറിച്ചിട്ടൊന്നും നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഒരു ഇൻഫോംഡ് സംവാദമോ എന്തെങ്കിലും നടക്കുന്നതെന്നല്ല. ഇതെല്ലാം ആചാരമാണെന്നാണ് പറയുന്നത്. എത്ര കാലം മുമ്പുള്ള ആചാരങ്ങളാണിത്, അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളുടെ അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? ഈ ആചാരം അനുസരിച്ചിട്ട് ഇവിടുന്ന് ഒരു സാധനവും പോയാൽ ഇത് ആചാരമാണെന്നുള്ള നിലയിലാണോ അതിനെ പരിഗണിക്കേണ്ടത്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ പല സംവിധാനങ്ങളും ഇവിടെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ട്, എന്നിട്ട് അപ്പോൾ ഒരുപക്ഷെ ഇതിൽ യാതൊരു ബന്ധവുമില്ലാത്ത സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇതിനകത്ത് പ്രതികരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും.
കാരണം ഈ പറഞ്ഞ നിലയിലുള്ള ഇപ്പം ദേവസ്വത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബോർഡിൻ്റെ ഇതുണ്ടായിരുന്ന ആളുകൾ, അപ്പോൾ അവരെയാണ് കോടതിയും ഇതായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്തു എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് ആചാരപ്രകാരം അവർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. തന്ത്രി പറഞ്ഞു ഇത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഇത് മാറ്റണം, അല്ലെങ്കിൽ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇതിന് ലീഗലി ഇതിനെല്ലാം ഏത് നിലയിലാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുക എന്നുള്ളതും വലിയ വിഷയമാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഇതിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ തന്ത്രിയുടെ മുകളിൽ ഒരു കേസ് കൂടെ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ ഇപ്പം നാളെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 100 വർഷം പഴക്കമുള്ളതിൻ്റെ ഒറിജിനൽ അല്ല എന്നുണ്ടെങ്കിൽ അത് വേറെ കൂടുതൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിലേക്ക് ആണ് വെളിച്ചം വീശുക. കാരണം അത് ഇപ്പോൾ പല റിപ്പോർട്ടുകളാണ് അനൗദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അൺഒഫീഷ്യലായിട്ട് ഇപ്പം എന്താണ് പല റിപ്പോർട്ടുകളുമുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളതെന്നും ഒറിജിനൽ മറ്റാർക്കോ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നും എല്ലാം ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ട് മാറുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ശബരിമല വെച്ചിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നതാണ്. അത് പെട്ടെന്നൊന്നും അവസാനിക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല.